السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ അൽ ജവാബ് ഗ്രൂപ്പിലെ ഉസ്താദുമാർ, നേതാക്കൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ, എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പരിപൂർണമായി തരണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക, സാങ്കേതിക സകലമാന പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് വിട പറയുന്നു. അഖില ലോകത്തിന്റെയും സൃഷ്ടിക്ക് കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹിനെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല പ്രതിഷ്ഠിച്ചു തരുമാറാവട്ടെ. അവിടത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഒരുപാട് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രണ്ട് ലോകത്തും വിജയിക്കുന്നവരാക്കി മാറ്റുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിന്റെ 19-ാമത്തെ സൂക്തമാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചർച്ച ചെയ്തത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് നൽകിയ മഹത്തായ ഉപദേശങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ വളരെ അർത്ഥവത്തും ചിന്താർഹവും പഠനാർഹവുമായ ഉപദേശങ്ങൾ, തത്വോപദേശങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളുന്നതായതുകൊണ്ടാണ് അല്ലാഹു തആല ഈ മഹത്തായ സൂറത്തിന് അവരുടെ പേരിട്ടുകൊണ്ട് ആദരിച്ചത്. 20-ാം സൂക്തം 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. നിശ്ചയം ആകാശഭൂമികളിലുള്ള വസ്തുക്കളെ അല്ലാഹു നിങ്ങൾക്ക് അധീനമാക്കി തന്നതും അവന്റെ ബാഹ്യവും ആന്തരികവുമായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിറവേറ്റി തന്നതും നിങ്ങൾ കണ്ടില്ലേ? അലം തറൗ, നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് കൂടി യാതൊരുവിധ അറിവോ ഏതെങ്കിലും തരം മാർഗദർശനമോ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമോ ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ തൗഹീദിൽ തർക്കം നടത്തുന്ന ചിലർ മനുഷ്യരിലുണ്ട്. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ആയത്ത് നാം അതിനെ ഹൃദയത്തിലേക്ക് പരിപൂർണമായും പ്രവേശിപ്പിക്കേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളുന്ന ആശയത്തെ നെഞ്ചേറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു: അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ അത് എന്ന്?
അധീനപ്പെടുത്തി തന്നു എന്നൊക്കെ പറഞ്ഞാൽ കീഴ്പ്പെടുത്തി തന്നു, അധീനപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് മനസ്സിലാക്കാവുന്ന ഉദ്ദേശം പ്രയോജനപ്പെടുത്തി തന്നു എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അങ്ങനെയാണ് അതിനർത്ഥം പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഉപകാരമെടുക്കാൻ പ്രയോജനപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വേറെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും അല്ലാഹു തആല നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, ലാം ഇന്തിഫായിന്റെ ലാമ, നിങ്ങൾക്ക് ഉപകാരമെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നത് എന്ന്. അതേ അർത്ഥം തന്നെയാണിത്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും നിങ്ങൾക്ക് ഉപകാരമെടുക്കാവുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല മാറ്റി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തന്നിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, കോടാനി നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാ, മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാകുന്നു. അതുപോലെ ആകാശവുമായി ബന്ധപ്പെട്ട മഴ, മഞ്ഞ്, കാറ്റ്, മേഘം മുതലായവയിലും നമുക്ക് യഥേഷ്ടം നിയന്ത്രണം ഏർപ്പെടുത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. നാം ഉദ്ദേശിക്കുന്ന സമയത്ത് മഞ്ഞ് പെയ്യാനും ഉദ്ദേശിക്കുന്ന സമയത്ത് മഴ ഇല്ലാതെയാകാനും അതിനൊന്നും നമുക്ക് കഴിയില്ല. അത് ലോകം വഹിക്കേണ്ടതിനെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്തൊക്കെ കണക്ക് വെച്ചു, വർഷക്കാലം, വേനൽക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റിമറിഞ്ഞു, അതൊക്കെ മാറിമറിഞ്ഞു, മാറ്റിമറിച്ചു. അതൊക്കെ ആര്? സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം മുദബ്ബിറുൽ ഉമൂറായ അല്ലാഹു തആല തദ്ബീർ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു ലോകത്തെ. എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച കാര്യമാണ് ഈ ലോകത്ത് നടക്കുന്നത്. പക്ഷെ അവകളുടെ ഉപകാരം ആർക്കാ? അത് മനുഷ്യനിക്കാണ്. നമുക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയുന്നില്ല. എന്നാലും നമ്മുടെ ഉദ്ദേശ സാധ്യത്തിന് സഹായകമായ നിലക്കാണ് ഇവകളെ അല്ലാഹു തആല നമുക്ക് പ്രയോജനപ്പെടുത്തി തന്നിട്ടുള്ളത്. തീരെ മഴയില്ലാത്തൊരവസ്ഥ, അതിന് ഭൂപ്രദേശങ്ങൾ പലതുമാണ്. തനിച്ച ഉപ്പുഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട്, മണൽ ഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മുടെ നാടിനെ പോലത്തെ സാധാരണ മൺഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട്, ഗന്ധക ഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട്. ലോകത്ത് വ്യത്യസ്തമായ അവസ്ഥയിലാണ് അല്ലാഹു തആല ഭൂമിയെ പടച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തേക്കും ആവശ്യമാവുന്ന തോതിൽ മഴയെ അല്ലാഹു തആല വർഷിപ്പിക്കുന്നു. ഒരു മഴയുടെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ പൗരസ്ത്യ രാജ്യമായ ഇന്തോനേഷ്യയിൽ അടിക്കടി മഴയാണെന്നാണ് കേൾക്കുന്നത്. അതിന് 6 മാസം കാത്തിരിക്കേണ്ട പ്രശ്നമില്ല. കാരണം അവിടുത്തെ അന്തരീക്ഷവും ഭൂപ്രദേശത്തിന്റെ അവസ്ഥയും അങ്ങനെയായിരിക്കും അല്ലാഹു തആല പഠിച്ചിട്ടുണ്ടാവുക. പാശ്ചാത്യ മേഖലകളിൽ വേറൊരവസ്ഥയാണ്. നമ്മുടെ ഗൾഫ് മേഖലയിലൊക്കെ നമുക്കറിയാം, അവിടെ മഴ പെയ്താലുണ്ടാകുന്ന അവസ്ഥ. ഗന്ധകഭൂമിയാണത്. വെള്ളം താഴേക്ക് പോകുന്നില്ല. ഒരു ചാറ്റൽ മഴ കൊണ്ട് തന്നെ അവിടെ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയാണ്. അത് വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അവിടുന്ന് ഇല്ലാതെയാക്കലാണ് അവിടുത്തെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളുടെ പ്രത്യേകമായ ഒരു ജോലി. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളക്കരയിൽ മഴയുണ്ടാവും, വെയിലുണ്ടാവും, ചൂടുണ്ടാവും, തണുപ്പുണ്ടാവും. അതിനൊക്കെ ഒരു പ്രത്യേകമായ അളവും പരിധിയുമുണ്ട്.
ചിലപ്പോൾ അല്ലാഹു തആല അവന്റെ ഇബ്തിലാ ആയിട്ട് വെള്ളം ഓവറാക്കി തരാറുണ്ട്. ചിലപ്പോൾ വെള്ളം തീരെ മഴ പെയ്യാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആള് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു തആലക്ക് അതിന് കഴിയുള്ളൂ. അല്ലാഹു തആല തന്നെ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു ചോദിച്ചത് കേട്ടില്ലേ? അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കാർമേഘങ്ങളിൽ നിന്ന് ആ വെള്ളത്തെ നിങ്ങളിലേക്ക് പതിപ്പിക്കുന്നത്, ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ? പറയുക. മേഘം മൂടിക്കെട്ടിയതുകൊണ്ടോ, കാർമേഘം ഒന്നാകെ ഭൗമാന്തരീക്ഷം മൊത്തത്തില്, ഉപരിഭാഗം മൊത്തത്തിൽ കാർമേഘങ്ങൾ നിറഞ്ഞതുകൊണ്ടോ മഴ കിട്ടൂല. അതിന് യന്ത്രം ഉപയോഗിക്കാനോ മിഷനറി പ്രവർത്തനം നടത്താനോ മെഷീൻ ഉപയോഗിക്കാനോ കഴിയില്ല. അത് റബ്ബുൽ ഇസ്സത്ത് എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഉദ്ദേശിക്കുന്ന ക്രമത്തിൽ അത് അല്ലാഹു തആല വർഷിപ്പിക്കും. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ അല്ലാഹുവാണ് വർഷിപ്പിക്കുന്നത്. പക്ഷെ അത് അവിടെയുള്ള ഉപകാരമാർക്ക് അല്ലാഹ്ക്കല്ല. ആ മഴ കൊണ്ട് ഉപകാരമെടുക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അല്ലാഹു തആല മഴയെ മാറ്റി, അഥവാ മഴയിൽ കിട്ടുന്ന വെള്ളത്തിന്. അത് മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവികളുടെ ജീവാത്മാവാണത്. ആ വെള്ളമില്ല എങ്കിൽ, വെള്ളം കിട്ടുന്നില്ല എങ്കിൽ മരിച്ചു പോകും ആളുകൾ. അപ്പൊ അവന്റെ ജീവൻ നിലനിർത്താവുന്ന ജീവാത്മാവാണ് യഥാർത്ഥത്തിൽ വെള്ളം എന്ന് പറയുന്നത്. യഥേഷ്ടം നമുക്ക് കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ അത് കഴിയില്ല. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ക്രമത്തിൽ അല്ലാഹു തആല അത് നമുക്ക് വർഷിപ്പിച്ചു തരുന്നു. അതേ സമയത്ത് ഭൂമിയിലുള്ള മിക്ക വസ്തുക്കളിലും നമുക്ക് യഥേഷ്ടം ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അല്ലാഹു തആലാന്റെ സംവിധാനാണത്. ഭക്ഷണം, പാനീയം, പാർപ്പിടം അതുപോലെ തന്നെ കേൾവി, കാഴ്ച, സംസാരം, ആരോഗ്യം തുടങ്ങിയ നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന അനുഗ്രഹങ്ങൾ, ബാഹ്യമായി കാണുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം അല്ലാഹു തആല തരുന്നതാണ്. നമുക്ക് നമ്മെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചല്ലോ, ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? ആ ശരീരത്തിന്റെ ഘടന എന്താണ്? ആ ശരീരത്തിന്റെ പ്രവർത്തന അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചില്ലറയൊന്നുമല്ല. ആകാശം എന്ന് പറയുന്ന അനന്തമജ്ഞാതം അവർണ്ണനീയമായ ആകാശത്തിൽ കോടാന കോടി നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, അത് തന്നെ ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ, ഇതൊക്കെ മനുഷ്യന്റെ വെറും ചെറിയ നിരീക്ഷണങ്ങളെ കൊണ്ട് ലഭ്യമായ അറിവുകളാണ്. ഇനിയും മനുഷ്യനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത എത്രയോ വിപുലമായ പ്രവർത്തന മേഖലകളും പദ്ധതികളും പരിപാടികളും ആ ആകാശലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാല മൂസിഊൻ, ഈ പ്രപഞ്ചത്തെ നാം വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇത് മുഴുവനും മനുഷ്യനിക്ക് ഗുണകരമാണ്. ഓർക്കൂ നിങ്ങൾ സൂര്യനുദിക്കാത്തൊരു ദിവസത്തെക്കുറിച്ച്. എത്രമാത്രം അസ്വസ്ഥമായിരിക്കും ആ ജീവിതം. സൂര്യൻ, അതിന്റെ വെയില്, ഏതിനാ അത് ആവശ്യമില്ലാത്തത്? മനുഷ്യന്റെ വളർച്ചക്ക്, ജീവികളുടെ വളർച്ചക്ക്, സസ്യങ്ങളുടെ വളർച്ചക്ക് അല്ല, ലോകത്തുള്ള സകലമാന വസ്തുക്കളുടെയും നിലനിൽപ്പിന് ആവശ്യമുള്ളൊരു ഘടകമാണ് സൂര്യൻ. ആ സൂര്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഗ്രഹങ്ങൾ,
അതിൽപ്പെട്ട ഒരു ഗ്രഹത്തിലെ ഒരു പാവപ്പെട്ട ഒരു ചെറിയ ഒരു മേഖലയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? സൂര്യനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? സൗരയൂഥത്തിൽപ്പെട്ട ഇതര ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇന്ത്യയുടെ ഉപഗ്രഹമായ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയാം? ചിലപ്പോ കേൾക്കാം ചന്ദ്രനിൽ വെള്ളമുണ്ട്, ചിലപ്പോ പറയും അവിടെ വെള്ളം ഇല്ല, വരണ്ട ഭൂമിയാണെന്ന്. മനുഷ്യൻ ചന്ദ്രനിൽ എത്തി എന്ന് പറയപ്പെടുന്നു. അതിന്റെ ഫോട്ടോസുകളും മറ്റൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രൻ തന്നെയാണോ ആർക്കറിയാം? ശാസ്ത്രജ്ഞന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇന്നും അത് അംഗീകരിച്ചിട്ടില്ല. ഒരു യാഥാർത്ഥ്യമാണത്. ആ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്കതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുക. പ്രവിശാലമായ ഈ ഭൂമിയിലെ ഒരു ചെറിയ പോയിന്റിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണ്. ഈ ഭൂമിയുടെ ഏതെല്ലാം മേഖലകൾ നാം കണ്ടിട്ടില്ല? അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഇടയിലുള്ള എത്രയോ ദ്വീപുകൾ, മനുഷ്യന്റെ ഇതേവരെ മനുഷ്യനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകൾ, വിശാലമായ സ്ഥലങ്ങൾ, കാന്തമല. അതൊരു ഊഹാപോഹമാണെന്ന് പറഞ്ഞ് ചില ആളുകൾ ജൽപ്പിക്കുന്നുണ്ടെങ്കിലും അനുഭവസ്ഥന്മാര് അത് ഊഹാപോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്തിനേറെ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ, കേരളത്തിൽ വരെ മനുഷ്യന്റെ പാദസ്പർശനമേൽക്കാത്ത എത്ര സ്ഥലങ്ങളുണ്ട്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും സഹകാരികളും കൂടെ യാത്ര ചെയ്ത ഹെലികോപ്റ്റർ കാണാതായി. ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം. അവസാനം ഏതോ മേഖലയിൽ വെച്ചതിനെ കണ്ടു. ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായ കൊടുങ്കാട്ടിൽ അതിനെ സംബന്ധിച്ച് പത്രങ്ങൾ എഴുതി ഇതേവരെ മനുഷ്യ സ്പർശനമോ മനുഷ്യ ദർശനമോ മനുഷ്യ ചിന്തയോ എത്തിപ്പെടാത്ത ഇന്ത്യയിലെ ഒരു കൊടുങ്കാട്ടിൽ ആ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പ്രയാസപ്പെട്ട് ലോകം മുഴുവനും ആ മുഖ്യമന്ത്രിയുടെ അപ്രത്യക്ഷമായ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അവസാനം കണ്ടെത്തിയതാ. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ രാജ്യത്ത് വരെ നാം കാണാത്ത എത്രയോ മേഖലകളുണ്ട്. അല്ലാഹു തആലാന്റെ ഈ പ്രപഞ്ചം അത് വളരെ വിശാലമാണ്, അത് നമുക്ക് അജ്ഞാതവുമാണ്. വളരെ ചെറിയൊരു ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് നാം തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ വിവരജ്ഞന്മാർ, വിവരസ്ഥർ നാം തന്നെയാണ് എന്ന് അഹങ്കരിക്കുന്ന അല്പജ്ഞാനിയായ മനുഷ്യന്റെ മുമ്പിൽ ഇതൊക്കെ ചോദ്യചിഹ്നങ്ങളല്ലേ? മനുഷ്യനറിയാത്ത ഇത്ര കാര്യങ്ങൾ ഇന്നും നമ്മുടെ സ്വന്തം ജീവിതത്തിലുണ്ട്. കാരണമറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രമാക്കിയിട്ട് അതിനെ മാറ്റിവെച്ചിരിക്കുക.